ഇപ്പോൾ വരുന്ന മറ്റൊരു അപ്ഡേഷൻ, മലപ്പുറം നിലമ്പൂർ പോത്തുകൽ ഭാഗത്ത് ചാലിയാർ പുഴയുടെ വിവിധ കടവുകളിൽ നിന്നായി 52 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതിൻ്റെ വേർതിരിച്ചുള്ള കണക്കുകൾ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അരുൺ അമർനാഥ് കൂടി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അത് സംബന്ധിച്ച ഡീറ്റെയിൽസ്? പ്രതീക്ഷ, ഇതുവരെ 52 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഈ മണിക്കൂർ വരെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ്. രാവിലെ ഈ പുലർച്ചയോടുകൂടിയാണ് ആദ്യ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ പോത്തുകൽ പ്രദേശത്ത് അപ്പോൾ മുതൽ തുടങ്ങിയ തിരച്ചിലാണ് ഊർജിതമാക്കിയത്. ഈ അന്വേഷണ സേനയും സ്കൂബ സംഘവും ഒക്കെ ചേർന്ന് നല്ല ഒത്തൊഴുപ്പുണ്ട് ഈ പോത്തുകൽ മേഖലയിൽ. അതിനെയും മറികടന്നുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിലായാണ് ചാലിയാർ പുഴയുടെ വിവിധ പോത്തുകൽ മേഖലയോട് നിരവധി മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. 52 മൃതദേഹങ്ങളാണ് ആകെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കുന്നത്. SP ഉൾപ്പെടെ നമ്മളോട് നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ നാളെയും തെരച്ചിൽ ഊർജിതമാക്കും. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ചാലിയാറിന്റെ ഭാഗത്തൊക്കെ തെരച്ചിൽ ഊർജിതമാക്കും. ഇനിയും മൃതദേഹങ്ങൾ കിട്ടാനുള്ളതായാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിൽ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും വോളണ്ടിയർമാരുടെയും ഒക്കെ സന്നദ്ധ ഇടപെടൽ കൂടിയാണ് നിലമ്പൂർ ഭാഗത്ത് എന്തായാലും അത്തരത്തിലുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. രാവിലെ ആ നാടിന് ഉൾക്കൊള്ളാനായില്ല. ഇത്തരത്തിൽ ഈ ഘാതങ്ങൾ അകലെ നിന്ന് ഇത്തരത്തിലൊരു ആദ്യം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മറ്റെന്തോ സംഭവവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ആദ്യം കരുതിയത്. പിന്നീടാണ് ഈ ചാലിയാർ പുഴയിലൂടെ ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട ശരീരങ്ങളാണ് എത്തിയത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. പിന്നാലെയാണ് വലിയ രീതിയിൽ തെരച്ചിൽ ഊർജിതമാക്കിയത്. നാളെയും ഇന്ന് രാത്രിയൊക്കെ ഇത്തരത്തിൽ തെരച്ചിൽ ഊർജിതമാക്കും എന്നുള്ളത് ആണ് എന്തായാലും ഏറ്റവും ആശങ്കയുള്ള ഒരു കാര്യമാണ്. 52 മൃതദേഹങ്ങളാണ് പുഴയിൽ ഒലിച്ച് ഈ പോത്തുകൽ മേഖലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രതീക്ഷ.